നമസ്കാരം. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ആദ്യം തന്നെ. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ചും വ്യൂവേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. നിങ്ങളുടെ കാർഡ് 8 ഓഫ് കപ്സ് ആണ്, അവരുടെ കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളുടെ വിഷ് വന്നത് ഇത് ഒരു ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. മറ്റേ ഡിവൈൻ ഗൈഡൻസ് 9 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് പറയാം. 8 ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങളൊരു ലെറ്റിൻ ഗോ ചെയ്യണം. കുറച്ച് വിഷമം അവസ്ഥയായിരുന്നിരിക്കാം. ഈ എല്ലാ കപ്പും 8 കപ്പ് കണ്ടോ അടുക്കി വെച്ചിട്ട് നിങ്ങൾ തിരിഞ്ഞ് നടക്കുകയാണ്. ആ ഒരു മനസ്സിൻ്റെ വിഷമം താങ്ങാനാവാതെ എന്തോ ഒരു കാര്യത്തിൽ, പക്ഷേ ഇത് ചന്ദ്രനെ കാണുന്നുണ്ട്. ഒരു ഗ്രഹണം കഴിഞ്ഞു. അതൊരു നിങ്ങൾക്ക് ഇനി ഒരു നല്ല കാലം തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. 8 കപ്പ് അടുക്കി വെച്ച് നിങ്ങൾ തിരിഞ്ഞ് നടക്കുകയാണ്, വേറെ എവിടേക്കോ പോവുകയാണ്. ജഡ്ജ്മെൻറ്റ്, അവർക്ക് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സമയമാണ് ഇപ്പോൾ. നിങ്ങളെ ഈ വിധത്തിലാക്കിയത് ഇവർക്ക് ഇപ്പോൾ നല്ലതായിട്ട് അറിയുന്നുണ്ട്. ഒരു പുതിയ ഉൾവിളി കിട്ടിയിട്ടുണ്ട് അവർക്ക്. എന്താ സംഭവിച്ചെന്നുള്ളത് ആരെങ്കിലും ചിലപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കർമ്മഫലമായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് ഈ അവസ്ഥയാക്കാനും. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ പോയിട്ട് അവസാനം ഈ ഇതിൽ പോകരുത്, ഡബിളിൻ്റെ കൈ ഇതിൽ പെടരുത് കേട്ടോ. ഡബിൾ കൈ അങ്ങനെയുള്ളൊരു ടെൻഡൻസി കാണുന്നുണ്ട്. അതിനാണ് ഡിവൈൻ പറയുന്നത്. ഇപ്പോൾ ആകെ നിങ്ങൾ ഉറക്കം ഇല്ലാത്ത രാത്രിയായിരിക്കാം. ഇങ്ങനെ ഈ അവസ്ഥയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈൻ പറയുന്നത് ഇങ്ങനെ ഉറക്കമില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് കുറച്ച് ജാഗ്രതയായിട്ടിരിക്കാനാണ് പറയുന്നത്. ഡബിളിൻ്റെ കയ്യിൽ കിട്ടിയ കണ്ടോ, ഒരു സ്ത്രീക്ക് തലയിൽ കൊമ്പ് വന്നു, വാല് ഇല്ല. പുരുഷനെ കണ്ടില്ലേ, അതിനും കൊമ്പ്, അതിനും വാലും ഒക്കെ വന്നിട്ടുണ്ട്. തീ പിടിച്ച പോലെയുള്ള അവസ്ഥയിൽ വരും. കാരണം വേറെ രീതിയിലുള്ളൊക്കെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണെന്നാണ്, ഉറക്കമില്ല ഈ അവസ്ഥ വരുന്നതാണ് ഡിവൈൻ പറയണത്. നിങ്ങൾക്ക് എന്തായാലും നല്ല സമയം തന്നെ വരാൻ പോണത് ഇതാണ്. അത് കഴിഞ്ഞാൽ ഇതാണ് വരാൻ പോണത്. 2 ഓഫ് വാൺസ് ആണ്, പുതിയൊരു അഭിനിവേശം. എന്നിട്ട് വാൺസ് പറഞ്ഞാൽ ഫയറിൻ്റെ കാർഡാണ്. പുതിയതായിട്ട് നിങ്ങൾ എവിടേക്കോ യാത്ര പോവുക, എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാനോ നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതാണ് കേട്ടോ. കുറച്ച് ഇപ്പോഴത്തെ അവസ്ഥ ഒരു ചെറിയൊരു ഇതുണ്ട്. അത് കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റാണ്. അത് കഴിഞ്ഞ് അവരുടെ ഇതിൽ ജഡ്ജ്മെൻറ്റാണ് അവർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഡിവൈൻ ഗൈഡൻസ്, ഇതാണ് സോഡാണ്. ഇപ്പോൾ ഈ അവസ്ഥ വരും. ഈ ഡബിളുടെ കയ്യിൽ പെടാതെ നോക്കണം. ഇനി നമ്മൾ ഇത് ആർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. റെസനേറ്റ് ആവുന്നവർ പോസിറ്റീവായിട്ട് എടുക്കുക. പോസിറ്റീവായി തോന്നുകയാണെങ്കിൽ ഒന്നും